നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം. കഴിഞ്ഞ ദിവസം CPMൻ്റെ MP രാജേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ചിത്രമാണ്. അതിങ്ങനെയാണ്: അടുത്ത ഈസ്റ്ററിന് ബീഫ് വേണോ അതോ കോളിഫ്ലവർ വേണോ? ഈ വരുന്ന 26-ന് തീരുമാനിച്ചോളൂ എന്നാണ്. അപ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് ഈ പോസ്റ്റ് ഇട്ടതെന്ന് വ്യക്തമാണ്. അടുത്ത ഈസ്റ്ററിന് ബീഫ് വേണോ അതോ കോളിഫ്ലവർ വേണോ? ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ്. MP രാജേഷിന് മറവി രോഗമുണ്ടെന്ന് തോന്നുന്നു. ഇത് 2014 മുതൽ നിങ്ങൾ ഒരിക്കൽ പ്രയോഗിച്ച് തേഞ്ഞു പോയ ഒരു തന്ത്രമാണ്. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു. അതിനുശേഷം 2015-16 കാലഘട്ടത്തൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമുണ്ട്. അത് ബീഫാണ്. അല്ലെങ്കിൽ ഗോവധ നിരോധനം നിലവിലുള്ള ചില സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അതിലെല്ലാം ഒന്നും മോദി കൊണ്ടുവന്നല്ലോ. നരേന്ദ്രമോദി സർക്കാർ ഒന്നോ രണ്ടോ സംസ്ഥാനത്ത് മാത്രമാണ്. ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ദിരാഗാന്ധിയുടെ സർക്കാരുമാണ് അത് നടപ്പിലാക്കിയത്. ഇനി അത്തരം ഇടങ്ങളിൽ പശുവിനെ കൊല്ലുന്നതും പശുവിറച്ചി വിൽക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, അത്തരം ഇടങ്ങളിലെ ആളുകൾ അവരുടെ ഉപജീവന മാർഗമായിട്ട് ഈ പശു വളർത്തലും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു പശുവിന് തന്നെ 10,000-ങ്ങളാണ് വില. അറിയാം, ചില കാളകൾക്കൊക്കെ 1 കോടി രൂപ വിലയുള്ള യുവരാജ് എന്ന് പറഞ്ഞൊരു കാള തന്നെയുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും വിലയുള്ള പശുക്കളെ കടത്തിക്കൊണ്ടുപോകുന്ന ചില ടീമുകളുണ്ടായിരുന്നു ഈ ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മോഷണം നടത്തി ഒരു കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈവെക്കും. പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ 2 പൊട്ടിച്ചിട്ട് നമ്മൾ പോലീസിന് കൊടുക്കാറുണ്ട്. ഇവിടെ തന്നെ ഒരു പാക്കറ്റ് മുളക് പൊടി, 1 കിലോ അരി മോഷ്ടിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അട്ടപ്പാടിയിലെ മധുവിനെ കുറച്ച് പേർ കൂടി തല്ലിക്കൊന്നത്. ഇതറിയാൻ വേണ്ടി ഉത്തരേന്ത്യയിലോട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യമാണ്. അപ്പോൾ ഉത്തരേന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ പശുവിനെ ഇതുപോലെ തന്നെ രായ്ക്ക് രാമായണം മോട്ടിച്ചുകൊണ്ട് പോകുന്ന പല കേസുകളിൽ, അവർ പിടിക്കപ്പെടുന്ന കേസുകളിൽ നാട്ടുകാർ കൈവെക്കും. ചില കേസുകളിൽ ആൾ വടിയാവും. അപ്പോൾ അങ്ങനെ വടിയാവുന്ന കേസുകളിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താണ്? ബീഫിൻ്റെ പേരിലുള്ള കൊല. ഏതാണെന്നുള്ള അതിൻ്റെ ചരിത്രം പറയില്ല. ബീഫിൻ്റെ പേരിലുള്ള കൊല എന്ന രീതിയിലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അപ്പം ആളുകൾക്ക് കത്തുന്ന ഈ ബീഫ് എന്നുള്ള വാക്കാണ് കത്തുന്നത്. സത്യത്തിൽ 10,000-കണക്കിന് രൂപ വിലയുള്ള അവൻ്റെ പശുവിനെ അടിച്ചുകൊണ്ട് പോകുന്ന കള്ളനെ അവർ പിടിച്ചു, നാട്ടുകാരെല്ലാം കൂടെ കൈവച്ചു. ചില അപൂർവ കേസുകളിൽ ആൾ വടിയാവും. അത്തരം കേസുകൾ നമ്മുടെ മാധ്യമങ്ങൾ ഈ രീതിയിൽ അവതരിപ്പിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കോഴിയെ ഒരുത്തം മോട്ടിച്ചുകൊണ്ട് പോയാലും നമ്മുടെ കൺമുന്നിൽ കണ്ടാൽ നമ്മൾ അവനെ ഓടിച്ചിട്ട് പിടിക്കുന്ന 2 കൊടുക്കുകയും ചെയ്യും. അത് ലോകത്തെല്ലായിടത്തും ഉള്ള ഒരു സംഗതി തന്നെയാണ്. അതിന് ഉത്തരേന്ത്യയെന്നോ ദക്ഷിണേന്ത്യയെന്നോ ഒരു പ്രത്യേകതയില്ല. അപ്പോൾ ഇതൊക്കെ പശ്ചാത്തലമാക്കി വെച്ചിട്ടാണ് ഇവർ ഈ ഒരു നരേറ്റീവും കൊണ്ടുവരുന്നത്. അടുത്ത ഈസ്റ്ററിന് ബീഫ് വേണോ കോളിഫ്ലവർ വേണോ എന്ന തരത്തിൽ. എത്ര വർഷമായി? 10 വർഷമായി. ഈ 10 വർഷത്തിനിടയ്ക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഈസ്റ്ററിനും ക്രിസ്മസിനും കോളിഫ്ലവറാണ് കഴിക്കുന്നത്? അല്ലല്ലോ, അവർ ബീഫ് കഴിക്കുന്നുണ്ട്, പോർക്ക് കഴിക്കുന്നുണ്ട്. പക്ഷേ ചില ഏരിയയിലുള്ള പോർക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. അവിടെ ആരും പോർക്ക് വിൽക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ എല്ലാ മാംസവും, ഇതുപോലെ സാധ്യമായിട്ടുള്ള എല്ലാ മാംസവും കഴിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കും. അല്ലാതെ ഈ ബീഫ് മാത്രം പോരാ എന്നേ പറയാനുള്ളൂ ഈ കാര്യത്തിൽ. പിന്നെ ഇതുപോലുള്ള തേഞ്ഞ് പഴകിയ ഐറ്റം കൊണ്ട് വരുമ്പോൾ ഓർക്കണം, ഇത് ഒരിക്കൽ നിങ്ങൾ പ്രയോഗിച്ച് തേഞ്ഞു പോയതാണ്. 2019 മുമ്പ് കാരശ്ശേരി മാഷ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. വലിയ സംഭവമാണ്. പുള്ളി ചാനലൊക്കെ ഇരുന്ന് വലിയ ചർച്ചയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പം അതാണ് നടക്കാൻ പോകുന്നത് എന്ന് പ്രവചന രൂപത്തിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഒന്നും നടന്നിട്ടില്ല എന്നത് മറ്റൊരു വസ്തുത. 2019 മുമ്പ് ഗൾഫ് നാടുകളിൽ ഒരിടത്ത് നിന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. 2019 വീണ്ടും നരേന്ദ്രമോദിയും BJPയും വരികയാണെങ്കിൽ ഇന്ത്യയിൽ സതി തിരിച്ചു വരും എന്നങ്ങ് പറഞ്ഞേക്കാണ്. സതി തിരിച്ചു വന്നു. സതി എവിടെ പോയെന്ന് പോലും അറിയില്ല. കാരശ്ശേരിമാരെ ഒന്ന് കൊണ്ടുവന്നിരുന്നത് കൊള്ളായിരുന്നു കേട്ടോ. ഓരോരുത്തരും ഓരോ നിഗമനങ്ങളങ്ങ് വെച്ച് അലക്കിയേക്കുക. അങ്ങനെയാവും ഇങ്ങനെയാവും. ഇപ്പം എന്താ പുതിയതായിട്ട് വന്നിട്ടുണ്ട് പിണറായി വിജയൻ്റെ വക. ഇനിയും നരേന്ദ്രമോദിയും BJPയും വന്നാൽ ഇന്ത്യ പിടിച്ചാൽ കിട്ടത്തില്ല, വല്ലാതായിപ്പോ, അങ്ങനെ ആയിപ്പോ, ഇങ്ങനെ ആയിപ്പോ. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് ഇതുവരെ ആയില്ലേ? നിങ്ങളുടെയൊക്കെ പറച്ചിൽ ഈ 10 വർഷത്തിനാവേണ്ടതാണല്ലോ. ഇന്ത്യ നശിച്ച് നേറാണക്കലാവേണ്ടതാണല്ലോ. ആയില്ലേ? ഇനി ആവത്തേ ഉള്ളൂ. 2014 വന്നിട്ട് ബീഫായിരുന്നു. 2019 മറ്റൊന്നുകൂടെ പറഞ്ഞു, ഇനി തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നരേന്ദ്രമോദി വീണ്ടും ഭരണത്തിൽ വന്നാൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. ഇവിടെ എന്തോരം തെരഞ്ഞെടുപ്പ് ഇടുന്നു സംസ്ഥാനങ്ങളിൽ. അതേപോലെ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. സകലമാന മാധ്യമങ്ങളും പറയുന്നു അവർ തന്നെ വീണ്ടും ഭരിക്കുമെന്ന്. അപ്പോൾ അടുത്ത തേഞ്ഞു പഴകിയ സാധനം കൊണ്ട് പിന്നെയും വന്നു ബീഫ്. വലിച്ചുകൊണ്ട് ഓടി. ആ പോസ്റ്റ് ഇട്ടു. ഏതാനും മിനിറ്റുകൾക്കകം ക്രിസ്ത്യാനികൾ തന്നെ നല്ല മറുപടി കൊടുത്തു. അതിൻ്റെ താഴെ വന്നിട്ട് ക്രിസ്ത്യാനികൾ തന്നെ നല്ല കമൻറ്റുകൾ ഇട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി തേഞ്ഞെന്ന്, എടുത്തുകൊണ്ട് ഓടി. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ക്രിസ്ത്യാനികൾ ഈ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക, നിങ്ങൾക്കൊരു
ഇസ്ലാമിക ശരീഅത്ത് നിയമമുള്ള രാജ്യത്ത് ജീവിക്കുന്നതാണോ നിങ്ങളെ സംബന്ധിച്ച് സന്തോഷം, അതോ ഒരു ഹൈന്ദവ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ചിന്തിക്കുന്നതാണോ? അതിനകത്തെ ഉത്തരത്തിലുണ്ട് എന്താണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവർ ഈ ബീഫ് വേണോ കോളിഫ്ലവർ വേണോ എന്നുള്ള ചോദ്യത്തിലൊന്നുമില്ല. ഇതൊന്നുമല്ല ആത്യന്തികമായിട്ടുള്ള കാര്യം. ഇന്ത്യയിൽ ശരീഅത്ത് നിയമം വേണോ അതോ ഇന്ത്യയുടെ നിയമം വേണോ എന്നത് മാത്രമാണ് കാതലായിട്ടുള്ള ചോദ്യം. അതുമാത്രമാണ് ഉത്തരവും. വെബ് ഡെസ്ക് കർമാനോസ്.